മറ്റൊരു വാർത്തയിലേക്ക്. തൃശൂർ പൂരം തടസ്സപ്പെടുത്തിയത് പോലീസ് എന്ന് തിരുവമ്പാടി ദേവസ്വം ഹൈക്കോടതിയിൽ. പൂരത്തിൽ പങ്കെടുക്കാനെത്തിയ പൊതുജനങ്ങളെയും ഭക്തരെയും പോലീസ് തടഞ്ഞതായി ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ പറയുന്നു. നിയമകാര്യ ലേഖകൻ അഡ്വക്കേറ്റ് CN പ്രകാശാണ് ചേരുന്നത്. പ്രകാശ്, ഈ ദേവസ്വം ബോർഡ് തന്നെ പറയുന്നു തൃശൂർ പൂരം കലക്കിയത് പോലീസ് എന്ന്. എന്തൊക്കെയാണ് ദേവസ്വം ബോർഡ് കോടതിയെ അറിയിച്ചിട്ടുള്ളത്? അതിലത്ത് തൃശൂർ പൂരത്തിൽ പങ്കെടുക്കാനും ദർശനം നടത്താനും എത്തിയ ഭക്തരെ തടയുകയും പൂരം നടത്തിപ്പിന് തടസ്സം സൃഷ്ടിച്ചതും പോലീസ് ഉദ്യോഗസ്ഥരാണെന്നാണ് തിരുവമ്പാടി ദേവസ്വം കേരള ഹൈക്കോടതിയിൽ സത്യവാങ്മൂലത്തിലൂടെ അറിയിച്ചിട്ടുള്ളത്. പൂരത്തിനിടെ തിരുവമ്പാടി ദേവസ്വത്തിന്റെ നടപടികൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയത്തെ സഹായിക്കാനാണെന്ന് സംശയിച്ചതായി സുപ്രീം ദേവസ്വം ബോർഡ് കഴിഞ്ഞ ആഴ്ച ഹൈക്കോടതിയെ അറിയിച്ചിരുന്നു. ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് കൂടുതൽ വെളിപ്പെടുത്തലുകൾ തിരുവമ്പാടിയുടെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത്. എഴുന്നള്ളിപ്പ് ഘോഷയാത്ര പോലീസ് തടസ്സം തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി ദിലീപ് കുമാറാണ് സത്യവാങ്മൂലത്തിലൂടെ പറഞ്ഞിട്ടുള്ളത്. ഉത്സവത്തിൽ പങ്കെടുക്കാനെത്തിയ പൊതുജനങ്ങളെയും ഭക്തരെയും അതിൽ നിന്ന് തടയുകയും ഉത്സവം പെട്ടെന്ന് നിർത്തിവെക്കുകയും ചെയ്തത് പോലീസിന്റെ നടപടിക്രമങ്ങൾ മൂലമാണ്. സ്വരാജ്യ റോഡുകൾ ഉപരോധിച്ചു ആളുകൾക്ക് എഴുന്നള്ളിപ്പ് കാണാനും പങ്കെടുക്കാനും അവസരം കൂടാതെ അനാവശ്യമായ പോലീസ് ഇടപെടൽ മൂലം മഠത്തിൽ വരവ് ഘോഷയാത്ര ലളിതമായി നടത്തേണ്ടി വന്നു എന്നും ഈ സത്യവാങ്മൂലത്തിൽ പറയുന്നുണ്ട്. തൃശ്ശൂർ കലക്കിയത് പോലീസാണെന്നാണ് തിരുവമ്പാടി ദേവസ്വത്തിന്റെ ഭാഷ്യം. പോലീസ് ഇടപെടലും വീഴ്ചകളും എന്ത് പറഞ്ഞുകൊണ്ടാണ് തിരുവമ്പാടി ദേവസ്വത്തിന്റെ ഈ ഹൈക്കോടതി നൽകിയുള്ള സത്യവാങ്മൂലത്തിലെ വിമർശനങ്ങൾ. നിയമകാര്യ ലേഖകൻ അഡ്വക്കേറ്റ് CN പ്രകാശൻ ആണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.